Good morning, all. Good morning, Miss. കാണാൻ പറ്റുന്നതല്ല എല്ലാവർക്കും? സ്ട്രെങ്ത് കുറവാണോ ഇപ്പോ? അതെ ടീച്ചർ, ഇപ്പൊ നമ്മള് രണ്ടുപേരേ ഉള്ളൂ. ആണോ? ബാക്കിയുള്ളവരൊക്കെയോ ജോലി അങ്ങനെ എന്തെങ്കിലും ആണോ? കുഴപ്പമില്ല കേട്ടോ. സോ നമ്മൾ ഇനി വരുന്ന കുറച്ച് ക്ലാസ്സുകൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെഷൻസ് ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഫ്രണ്ട്സിനോട് റെക്കോർഡ് ക്ലാസ് കാണാൻ പറയാം, അല്ലെങ്കിൽ ലാസ്റ്റ് വരുമ്പോൾ കൺഫ്യൂഷൻ ആവും കേട്ടോ. പ്രയർ മാത്രം ഇനി നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകൾക്ക് ഇനിയുള്ള എന്റെ ക്ലാസ്സുകളിൽ പ്രയർ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഓരോ ദിവസം ഓരോരുത്തരും മാറി മാറി പ്രയർ പറയണം കേട്ടോ. ഓക്കെ, ഇന്നാരാ പറയുന്നേ? ഞാൻ ചെയ്യാം മിസ്. ഓക്കെ, ഹൃദയരാഗതന്ത്രി നീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിവിടുന്ന വർണ്ണമേകിയും നമ്മിൽ വായുമാതിനാമം ഇന്നു വാഴ്ത്തിടാം. ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചൂടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിനുൾക്കളങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകുമുമ്മ പോലും അമൃതമാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. താങ്ക് യു മിസ്. ഓക്കെ, താങ്ക് യു. സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സില് മൊഡ്യൂള് 1 പാർട്ട് 3 യൂണിറ്റ് 5 നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ എന്ന് പറയുന്ന സെഷനാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? ഡീവിയേഷൻ സ്റ്റാർട്ട് ചെയ്തു ഞാൻ. ടൈപ്സ് ക്ലാസ്സസ് ഓഫ് ഡീവിയേഷൻ എടുത്തിട്ടുണ്ടാവും അല്ലെ? ഇനി നമ്മൾ എടുക്കേണ്ട ടൈപ്സ് ഓഫ് ഡീവിയേഷൻ മുതലല്ലേ? അതെ മിസ്, ടൈപ്പ് ഓഫ് ഡീവിയേഷൻ മുതൽക്കാണ് എടുക്കാനുള്ള. ഓക്കെ, ഡീവിയേഷൻ എന്ന് പറയുന്നത് നോർമൽ വാക്യങ്ങളിൽ നിന്ന് കുട്ടികൾ മാറി സഞ്ചരിക്കുമ്പോൾ നമ്മൾ അവരെ പറയുന്നത് ഡീവിയേറ്റഡ് ചിൽഡ്രൻ എന്ന് പറയും. സാധാരണ ഡീവിയേഷൻ നമുക്ക് ഫിസിക്കൽ ഡീവിയേഷൻ നമുക്ക് അവരുടെ അപ്പിയറൻസിൽ നിന്നും ഫിസിക്കൽ അപ്പിയറൻസിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ബട്ട് മെന്റൽ ഡീവിയേഷൻ ആണെങ്കിൽ നമുക്ക് പാടാണ് ഐഡന്റിഫൈ ചെയ്യാൻ. ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മെന്റൽ ഡിപ്രഷന്റെ കാര്യം എടുക്കുക, ഒരു എക്സാമ്പിളായിട്ട് ഡിപ്രഷന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഡിപ്രഷൻ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കുറച്ച് പാടാണ് അല്ലെ? നമ്മളൊരാളോട് നമ്മൾ ഡിപ്രഷനിലാണെന്ന് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വരെയും അല്ലെങ്കിൽ നമ്മൾ ആ ഒരു എക്സ്ട്രീം സ്റ്റേജിലേക്ക് എത്തുന്നത് വരെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. സോ അതേപോലെ തന്നെയാണ് ഡീവിയേഷന്റെ കാര്യം. ഡീവിയേഷൻ പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് കുട്ടികൾ വരുമ്പോൾ, ആദ്യമായിട്ട് മോണ്ടിസോറി എൻവയോൺമെന്റിൽ കുട്ടികൾ വരുമ്പോൾ മേ ബി അവർ ഡീവിയേറ്റഡ് ക്യാരക്ടർ ആയിട്ടുള്ള കുട്ടികളായിരിക്കും. പക്ഷേ അവരിവിടെ വരുന്നു, അവർ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു, മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്ത് വർക്ക് ചെയ്ത് തുടങ്ങുന്ന സമയം മുതൽ അവരിലുള്ള ഈ ഒരു എന്താ പറയാ ഡീവിയേറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ എന്താവും? ഡിസപ്പിയർ ആകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സം ഓഫ് ദ ഡീവിയേഷൻ Montessori described are seen in different forms in different types. നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഡീവിയേഷൻസ് ഡിഫറെന്റ് ഫോംസ് ആൻഡ് ഡിഫറെന്റ് ടൈപ്സ് നമ്മൾ കാണും. ഡിഫറെന്റ് ടൈപ്സും ഡിഫറെന്റ് ടൈപ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോബി, വീക്ക്, ബ്രൈറ്റ് ചിൽഡ്രൻസ് അല്ലെ? ഓർമ്മയുണ്ടോ അത്? ഓഫ് ചിൽഡ്രൻസ്
Still others are unkin to just one another. ബാക്കിയുള്ളവരൊക്കെ ഒന്നിൽ നിന്ന് മറ്റൊന്ന് ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ളതാണ്. Children with deviated character become caught in the prepared environment. Montessori environment വരുമ്പോൾ ഈ deviated character ഉള്ള കുട്ടികൾ കുറച്ച് ക്വയറ്റ് ആവും, കുറച്ച് സൈലന്റ് ആവും. They start working on practical materials. നിങ്ങൾ മെറ്റീരിയൽസ് കണ്ടു തുടങ്ങിയാലോ അല്ലെ? ഓരോ ടീച്ചേഴ്സ് ആയിട്ട് ഓരോ മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങി ഇല്ലേ? മാത്തമാറ്റിക്കൽ ഏരിയ എന്നുള്ള കുറച്ച് മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, സെൻസോറിയൽ ഏരിയ എന്നുള്ള കുറച്ച് മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇല്ലേ? ഓക്കെ. അപ്പോ ഈ മെറ്റീരിയൽസ് ഒക്കെ വെച്ച് കുട്ടികൾ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ അവര് നമുക്കൊരു എന്താണ് അവർ കുറച്ച് സൈലന്റ് ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. Become quiet in the prepared environment since they start working on the practical materials. Children attain control over their movements. അവർക്ക് അവരുടെ മൂവ്മെന്റ്സ് കൺട്രോൾ ചെയ്യാനായിട്ട് തുടങ്ങും. അവർക്ക് ഐ ഹാൻഡ് കോർഡിനേഷനും എന്താ പറയാ ബ്രെയിൻ ആൻഡ് ഹാൻഡ് കോർഡിനേഷനും കാര്യങ്ങളൊക്കെ അവർക്ക് പതുക്കെ പതുക്കെ അറ്റൈൻ ചെയ്യും. കാരണം അറിയുന്നേക്കല്ലേ ചെറിയ ചെറിയ തിങ്സ് വരെ ഉണ്ട് നമ്മുടെ മെറ്റീരിയൽസ്. സോ നമ്മൾ കറക്റ്റ് ആയിട്ട് അത് ഹോൾഡ് ചെയ്യാനും ഒരുപാട് സ്കിൽസും ഇംപ്രൂവ് ചെയ്യും. ഫൈൻ മോട്ടോർ സ്കിൽസ്, ഗ്രോസ് മോട്ടോർ സ്കിൽസ്, കൺസ്ട്രക്റ്റീവ് സ്കില്ല്, അങ്ങനെ ഒരുപാട് സ്കിൽസും കുട്ടികൾ ഇംപ്രൂവ് ചെയ്യും. They attain power over themselves. അവർക്ക് അവരിൽ തന്നെ ഒരു പവറും കാര്യങ്ങളൊക്കെ കിട്ടും. With increased concentration, all negative traits found in children before they become in contact with the prepared environment will be disappear. അവര് മോണ്ടസോറി എൻവയോൺമെന്റിലേക്ക് വരുന്നതിന് മുമ്പ് അവർക്കുണ്ടായ എല്ലാ നെഗറ്റീവ് ആയിട്ടുള്ള ത്രെഡ്സും കാര്യങ്ങളും ഡിസപ്പിയർ ആകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. They develop power of self control and obedience. അവർക്ക് സെൽഫ് കൺട്രോളും ഒബീഡിയൻസും അവർക്ക് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. They offer mutual help and provide moral help to their peers. അവർ പരസ്പരം സഹായിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിപ്പോ ഫ്രണ്ട്സ് തന്നെ ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ നിങ്ങൾ പ്രാക്ടിക്കൽ ക്ലാസ്സിന് വരും ഇല്ലേ? ലൈവ് പ്രാക്ടിക്കൽ ക്ലാസ്സിന് വരുന്നില്ലേ? ടീച്ചർ 2 പേരെ ഇതുവരെ ആയിട്ടുള്ളൂ ടീച്ചർ. അത് ഞാനിപ്പോ ജിഷ മിസ്സിന് മെസ്സേജ് ഇട്ടിട്ടുണ്ട്, പക്ഷേ ടീച്ചർ ഇതുവരെ റിപ്ലൈ തന്നിട്ടില്ല. ശ്രുതി മാത്രമേ കൺഫേം ആയിട്ടുള്ളൂ. ജീനെ വരുമെന്ന് പറഞ്ഞ, പക്ഷെ ഇപ്പൊ ജീനയുടെ കാര്യം കൺഫേം ആയിട്ടില്ല ടീച്ചർ. അപ്പം അന്ന് ജിഷ മിസ് പറഞ്ഞ 7 കുട്ടികളിൽ മുകളിൽ ഇല്ലെങ്കിൽ പ്രാക്ടിക്കൽ ക്ലാസ് വെക്കത്തില്ല, നെക്സ്റ്റ് ബാച്ചിന്റെ കൂടെ വെക്കുള്ളൂ എന്നാ പറഞ്ഞത്. അപ്പം അത് ഞാനൊന്ന് വോയിസ് ഇട്ടിട്ടുണ്ട്, ടീച്ചർ റിപ്ലൈ തന്നിട്ടില്ല. ഇന്ന് ടീച്ചറിന്റെ എക്സ്ട്രാ ക്ലാസ് രാത്രി ഉണ്ട് 7:30. നമ്മൾ ഈ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ വന്ന അതേതാണോ നമ്മളെ വൈവയില് ചോദിക്കുക? അല്ല, പ്രാക്ടിക്കൽ ക്ലാസ്സിന്റെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ചെയ്ത് നോക്കാനുള്ള ഒരു അവസരമാണ്. കാരണം നമുക്ക് ചിലപ്പോ നിങ്ങൾ ഈ ഒരു കോഴ്സ് പഠിക്കുന്നതില് ഇപ്പൊ നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങള് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ആയിട്ടൊരു എക്സ്പീരിയൻസ് കൂടി കിട്ടിക്കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് അതൊരു പെർഫെക്റ്റ് ആവുന്നത്. ജീനെ ഗ്രൂപ്പിൽ ഇട്ടുണ്ടായിരുന്നു ഏകദേശം എത്ര പേര് വരും എന്നറിയാൻ വേണ്ടിട്ട് ഒരു വോട്ടിങ്ങിന്റെ അതില്ല. ഞാൻ മാത്രമേ വരും എന്നുള്ളതിൽ വോട്ട് ചെയ്തുള്ളൂ, വേറെ ആരും ചെയ്തില്ല. പിന്നെ വരാൻ ആഗ്രഹമുള്ളവരുണ്ട്, പക്ഷെ ഒരുപാട് ദൂരത്തു നിന്നുള്ളതുകൊണ്ട് ഇനിയിപ്പോ കോൺവെക്കേഷനും വരണ്ടേ എന്നുള്ളതാ പറഞ്ഞേ. ആൻസിക്ക് അന്നൊരു എക്സാം വേറെ ഉണ്ട് PSCന്റെ. ടീച്ചർ ഞാൻ വരുമെന്നും പറഞ്ഞ് നിൽക്കായിരുന്നു, പക്ഷെ എനിക്ക് അന്ന് PSC എക്സാം ഉണ്ട്. അപ്പൊ അത് എനിക്ക് അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ. ആ എക്സാം 2 എക്സാം ഞാൻ അടുപ്പിച്ച് അറ്റൻഡ് ചെയ്തില്ലായിരുന്നു. അപ്പൊ ഇതും കൂടെ അറ്റൻഡ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ D മാർക്ക് വീഴുമെന്ന് പറഞ്ഞു. അപ്പം ഞാനും വരാൻ നിൽക്കായിരുന്നു. ഹസ്ബൻഡ് എന്നോട് വരാൻ പറഞ്ഞാണ്, പക്ഷെ കഴിഞ്ഞ 2 ദിവസം ആയതുള്ളൂ എനിക്ക് ഹോൾ ടിക്കറ്റ് വന്നിട്ട്. അപ്പൊ അതേ ദിവസമാണ് എനിക്ക് PSC വന്നിരിക്കുന്നത്. എന്താണ് ഡേറ്റ്? 20 സാറ്റർഡേ. 20 ആണോ? ഓക്കെ, നമുക്ക് ഒരു വീക്ക് കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറഞ്ഞു നോക്കിയാലോ? നെക്സ്റ്റ് വീക്ക് അങ്ങനെ അടുത്ത ആഴ്ച ആക്കുന്നെങ്കിൽ ഞാൻ മാത്രമേ കാണൂ ടീച്ചർ, വേറെ എക്സ്ട്രാ ആരും വരത്തില്ല. നമ്മൾ 3 പേരെ കാണുള്ളൂ. ഞാനൊന്ന് സംസാരിച്ചു മിസ്. ഓക്കെ, എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് നോക്കായിരുന്നു. അങ്ങോട്ട് പോകുമ്പോ നമ്മളെ വൈവ കഴിഞ്ഞ കുഴപ്പമില്ലാലോ. എനിക്ക് എന്റെ ഹസ്ബൻഡ് ഉണ്ടാവില്ല സമയമാകുമ്പോ വരാൻ. ടീച്ചർ നമുക്ക് കോൺവെക്കേഷന്റെ ടൈമിന് പ്രാക്ടിക്കൽ അത് അങ്ങനെ വെക്കത്തില്ല അല്ലേ? കാരണം ഒത്തിരി ടൈം എടുക്കും പ്രാക്ടിക്കൽ ക്ലാസ്സിൽ. വെച്ചാല് ഒത്തിരി മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയല്ലേ കോൺവെക്കേഷൻ വരുമ്പോ.
കോൺവെക്കേഷനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഐ തിങ്ക് സോ ഞാൻ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ കൊടുക്കാം. അതെ മിസ്, ഒരാളുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യോ മിസ് പ്രാക്ടിക്കൽ ക്ലാസ്? ഒരാള് മാത്രം ഉണ്ടെങ്കിൽ അതെ. ഇപ്പൊ നമ്മുടെ ബാച്ചിൽ നിന്ന് ഒരാളല്ലേ ഉള്ളൂ ഇപ്പൊ ഓക്കെ പറഞ്ഞത്, വേറെ ആരും വരുന്നില്ല എന്ന് പറഞ്ഞേ. ചിലപ്പോ അടുത്ത ബാച്ചിന്റെ ഒപ്പം ആയിരിക്കും നിങ്ങൾ ആഡ് ചെയ്യണം. അടുത്ത ബാച്ചിന്റെ ഒപ്പം വരാൻ പറയും. MD18 ഒപ്പം വരാൻ പറയും. ഓക്കെ മിസ്. അത് ഒരു 6 പേരുണ്ടെങ്കിൽ ഒരു ഫാക്കൽറ്റിനെ വെച്ചിട്ട് നമുക്ക് പ്രാക്ടിക്കൽ ക്ലാസ് കണ്ടക്ട് ചെയ്യാൻ പറ്റും. 6 കൂടുതലാണെങ്കിൽ ഒരു 20 ഒക്കെ ഉണ്ടെങ്കിൽ 2 ഫാക്കൽറ്റി വരും. ഓക്കെ മിസ്, അപ്പൊ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ കാസർഗോഡ് നിന്ന് 3 പേരുണ്ട്. അപ്പൊ അതില് ഒരാൾക്ക് അലർജി എന്ന് പറഞ്ഞിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ട്. അപ്പൊ നമ്മ 2 പേര് വരാൻ കഴിഞ്ഞതാണ്. പിന്നെ നെക്സ്റ്റ് സാറ്റർഡേ ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു. 27th ആണെങ്കിൽ ഓക്കെ ആയിട്ടുള്ളത് എത്ര പേരാ? ആൻസി മാത്രമേ ഉള്ളൂ. മിസ് എനിക്ക് ചോദിക്കണം, കാരണം ഹസ്ബൻഡ് കണ്ണൂര് പോവാറുണ്ട് ഇടയ്ക്ക്. അപ്പൊ 20-ാം തീയതി ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞോണ്ട് അത് മാറ്റിയതാണ്. അപ്പൊ ഇനി ഏതാ ഡേറ്റ് വരാന്ന് അറിയില്ല. ഞാൻ ഓൾറെഡി ആദ്യം പറഞ്ഞു പോയില്ല 20-ാം തീയതി എനിക്ക് പോണ്ടത് എന്ന്. ഹസ്ബൻഡിനോട് ക്ലാസ് കഴിയുമ്പോൾ പറയട്ടാ. എനിക്ക് അറിഞ്ഞൂടാ 27th മാറ്റുമെന്നുള്ളത്. അല്ല ടീച്ചർ, ഇപ്പൊ 20th ഇപ്പൊ ഞാൻ വന്നാലും ടീച്ചർ, ഞാൻ എന്റെ എക്സാം മാറ്റി വെച്ചിട്ട് വന്നാലും ഞാനും ശ്രുതിയും മാത്രമല്ലേ ടീച്ചർ കാണുള്ളൂ. പിന്നെ ജീനയുടെ കാര്യവും കൺഫേം അല്ല. ഞാൻ ജീനേനെ രാവിലെ വിളിച്ചിരുന്നു, ആളുടെ കാര്യം കൺഫേം അല്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്നാലും ഞാനും ശ്രുതിയും മാത്രമല്ലേ ടീച്ചർ കാണുള്ളൂ. അങ്ങനെയാണെങ്കിലും എടുക്കുവോ? ഇല്ല മിസ്സേ, അനുശ്രീ എന്ന കുട്ടിയുണ്ട്, അവള് ക്ലാസ്സിൽ കയറാറില്ല. പക്ഷെ അവൾക്ക് പ്രാക്ടിക്കലിന് വരണമെന്നുണ്ട്. അവള് ഡിഗ്രി ചെയ്യുന്നുണ്ട് ഇപ്പൊ. അപ്പൊ അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കാസർഗോഡ് നിന്നാണ്. അപ്പൊ നമ്മ 3 പേര് വരാന്ന് പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു ഞാനില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അവള് പറഞ്ഞു എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റൂല, അതുകൊണ്ട് ഞാനും ഇല്ല, ചേച്ചി വരുന്നെങ്കിൽ മാത്രമേ ഞാൻ വരൂ എന്ന് പറഞ്ഞു. അപ്പൊ അവളുണ്ടാവും, എന്തായാലും അനുശ്രീ ഉണ്ടാവും. അതെ, അവൾക്ക് കോൺവൊക്കേഷന് വരാൻ സമയം പറ്റൂല. അപ്പൊ ആ സമയത്ത് അവൾക്ക് എക്സാം ആയിരിക്കും എന്നല്ല പറഞ്ഞു അവള്. അപ്പൊ ഇതിനെന്തായാലും പോയേ പറ്റൂന്ന് പറയുന്നുണ്ടായി. ടീച്ചർ, നമുക്ക് ഈ കോൺവൊക്കേഷന്റെ അന്നാണോ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്, അതോ ഇനി അതിനും വേറൊരു ദിവസം നമ്മൾ വരണോ? മനസ്സിലായില്ല. കോൺവൊക്കേഷന്റെ അന്നാണോ നമുക്ക് സർട്ടിഫിക്കറ്റ് ഹാൻഡ് ഓവർ ചെയ്യുന്നത്, അതോ അന്ന് പിന്നെയും വേറൊരു ദിവസം നമ്മൾ വരേണ്ടി വരുമോ? കോൺവെക്കേഷൻ എന്നാണ്. കോൺവെക്കേഷന് വരുന്നവരുണ്ട്, അല്ല വരാത്തവർക്കാണെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് വഴി അയച്ചു തരും. പോസ്റ്റിന്റെ കുറച്ച് പോസ്റ്റ് ചാർജസ് ഉണ്ടല്ലോ, ആ ഒരു ഡെലിവറി അതിന്റെ ഒരു ഫീ വരുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോ നമ്മള് ജിഷാ മിസ്സിനോടൊന്ന് സംസാരിക്കട്ടെ ആൻസി. ടീച്ചർ ഓക്കെ. അല്ല ടീച്ചർ, ഒരുപാട് അങ്ങനെ വരണമെന്ന് ഇതുണ്ടെങ്കിൽ ഞാൻ എക്സാം എങ്കിലും മാറ്റി വെച്ചിട്ട് ഞാൻ വരാം ടീച്ചർ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വന്നാലും ഞാനും ശ്രുതിയും മാത്രമേ കാണുള്ളൂ, വേറെ ആരും കാണത്തില്ല. ചിലപ്പോ മാറ്റായിരിക്കുള്ളൂ ടൈം, കാരണം 2 പേർക്കും ഒരാൾ മാത്രമായിട്ട് ചിലപ്പോൾ നടത്താൻ ചാൻസ് ഉള്ളതാണ്. അറിയില്ല, ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്ത് നോക്കാം നമുക്ക്. ടീച്ചർ, എല്ലാവരും കോൺവൊക്കേഷന് വരാനായിട്ടാണ് നിൽക്കുന്നത്. കാരണം ചിലപ്പോൾ നെക്സ്റ്റ് വീക്കിന് വരുന്നവർക്ക് കോൺവൊക്കേഷന് വരാൻ പറ്റത്തില്ല. ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്നവരും ഉണ്ട്. അപ്പം മാക്സിമം എനിക്ക് തോന്നുന്നു എല്ലാവരും ഇതില് വരാതിരിക്കുന്ന അന്ന് വരാനായിട്ടായിരിക്കും. കാരണം ഇപ്പൊ ഈ നമ്രതയൊക്കെ കാസർഗോഡ് നിന്ന് വരുന്നയാ, പിന്നെ വിദ്യ മലപ്പുറത്ത് നിന്ന് വരുന്നയാ, അവർക്കൊക്കെ വരണമെന്നുണ്ട്. അപ്പൊ ഈ 2 ടൈമിനായിട്ട് അവർക്ക് വരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അവർ ഇത് എനിക്ക് തോന്നുന്നു മാറ്റി വെച്ചിട്ട് അടുത്ത കോൺവൊക്കേഷന് വരാൻ നിൽക്കുന്നത്. ടീച്ചർ, എനിക്ക് ഇവിടുന്ന് 1.5 മണിക്കൂറേ ഉള്ളൂ. ഞാൻ ആലപ്പുഴയാണ്. ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്ത് വരാൻ എനിക്ക് 1.5 hours ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു എക്സാമിന്റെ ഒരു ഇതാണ്, അത് ഞാൻ മാറ്റി വെച്ചായിരുന്നാലും ഞാൻ വരായിരുന്നു. പക്ഷെ കുട്ടികളില്ലല്ലോ ടീച്ചർ, അപ്പം പ്രാക്ടിക്കൽ നടത്തുന്ന കാര്യം ഡൗട്ട് ആണല്ലോ. നോക്കട്ടെ, പറയാം കേട്ടോ, ഇൻഫോം ചെയ്യാം. ഞാൻ അടുത്തൊരു വെനസ്ഡേ കൂടി വരുന്നുണ്ട് ക്ലാസ് എടുക്കാനായിട്ട്. ഞാൻ അതിനെ കുറിച്ച് ഇൻഫർമേഷൻ ഞാൻ പറയാം ചോദിച്ചിട്ട്. ഈ വെനസ്ഡേന്റെ ക്ലാസ് ആണ് കേട്ടോ. നമുക്ക് പോർഷൻ തീർച്ചാനുണ്ട്. ഞാൻ ചിലപ്പോ ഈ സാറ്റർഡേ കൂടി സ്പെഷ്യൽ ആക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. നിങ്ങളുടെ അറിയാലോ, നമുക്ക് എത്രയും പെട്ടെന്ന് എക്സാം കണ്ടക്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോ കുറച്ച് ദിവസത്തേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എല്ലാവരും കേട്ടോ. സാറ്റർഡേ 11 മണി തൊട്ട് 12 മണി വരെ ഞങ്ങൾക്ക് ഫോണറ്റിക്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടല്ലേ ഉണ്ടാവുള്ളൂ? ഓക്കെ, ഞാൻ
ഉച്ചയ്ക്ക് ശേഷം വെക്കട്ടെ, ഒരു 1:30 to 2:30 3 o'clock വരെ വെക്കാം. ആ സമയത്ത് എല്ലാവരും ഉണ്ടാവില്ലേ? ഓക്കെ, കാണാൻ പറ്റാത്തവർക്ക് സ്പെഷ്യൽ ക്ലാസ് കാണാം കേട്ടോ. നമുക്ക് പോർഷനിലേക്ക് വരാം. നമ്മൾ ടൈപ്സ് ഓഫ് ഡീവിയേഷനെ കുറിച്ച് പറഞ്ഞു. മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുന്ന കുട്ടികൾ മേ ബി ഡീവിയേറ്റഡ് ക്യാരക്ടറുള്ള കുട്ടികളായിരിക്കാം. ഒരു മോണ്ടിസോറി എൻവയോൺമെന്റിൽ വന്ന് അതേ മെറ്റീരിയൽസ് ഒക്കെ കാണും. നമ്മൾ കുട്ടികൾ മോണ്ടിസോറി ഫാക്കൽറ്റീസ് ഈ മെറ്റീരിയൽസ് കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങും. അപ്പൊ അവിടെ മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്ത് തുടങ്ങും, വർക്ക് ചെയ്ത് തുടങ്ങും. അങ്ങനെ വർക്ക് ചെയ്യുന്നതിലൂടെ അവർക്ക് ആ ഒരു മെറ്റീരിയൽസിനോട് ഒരു പ്രത്യേക ഇഷ്ടവും കാര്യങ്ങളൊക്കെ വരും. അവർക്ക് ആ മൂവ്മെന്റ്സ്, ആ മെറ്റീരിയൽസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ അവർ മൂവ്മെന്റ്സ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ മൂവ്മെന്റ്സ് കൺട്രോൾ ചെയ്യുന്നു, അവർക്ക് പ്രോപ്പർ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നു. They attain power over themselves. അവർക്ക് അവരെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുവഴി അവരുടെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മുമ്പ് ഉണ്ടായിരുന്ന നെഗറ്റീവ് ആയിട്ടുള്ള ത്രെഡ്സ്, നെഗറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പതിയെ ഡിസപ്പിയർ ആകുന്നത് കാണാം. പിന്നെ നമുക്ക് അവരിൽ ഒരു സെൽഫ് കൺട്രോൾ ആൻഡ് ഒബീഡിയൻസ്, സെൽഫ് ഒബീഡിയൻസ്, നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഒബീഡിയൻസ് അല്ല മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഫോളോ ചെയ്യുന്നത്. നമ്മള് കുട്ടികളെ ഫ്രീ ആയിട്ട് വിടാണ്. അവരുടെ ഇഷ്ടത്തിന് വർക്ക് ചെയ്യാനുള്ള ഫ്രീഡവും കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്. പതിയെ അവര് മ്യൂച്വൽ ഹെൽപ്പും മോറൽ ഹെൽപ്പും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് മോണ്ടിസോറി ക്ലാസ് റൂമിലെ പ്രാക്ടിക്കൽ ക്ലാസ്സിന് വന്നിരിക്കുകയാണ് ആരക്ക, ശ്രുതി, ആൻസി, നർമ്മിത, ആരതി, അടുത്ത ശ്രുതി, പ്രവീണ, വിദ്യ. നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് വന്നിട്ട് ഒരു ടേബിളില് മാറ്റൊക്കെ വെച്ച് ഓരോരുത്തരും ഓരോ മെറ്റീരിയൽസ് ആണ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. ഇപ്പൊ ശ്രുതി ആണെങ്കിൽ പിൻ ടവർ ചെയ്യാണ്, ആൻസി ഗ്രൗണ്ട് സ്റ്റെയർ ആണ്, നർമ്മിത നമ്പർ റോഡ്സ് ആണ്. അങ്ങനെ ഓരോരുത്തരും ഡിഫറെന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റി. അപ്പൊ ഒരാള് ഏതാണ് ബൈനോമിയൽ ക്യൂബ് ചെയ്യാണെന്ന് വിചാരിക്കും. ബൈനോമിയൽ ക്യൂബ് ചെയ്തപ്പോ നിങ്ങൾ മുമ്പ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പ്രാക്ടിക്കൽ ക്ലാസ് കണ്ടിട്ടുണ്ട്, ഓൺലൈൻ പ്രാക്ടിക്കൽ ക്ലാസ് കണ്ടിട്ടുണ്ട്. ആ കുട്ടി കണ്ടിട്ടില്ല. അപ്പൊ അയാൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹെൽപ്പ് ചെയ്യും ഇല്ലേ? എടാ ഇങ്ങനെ എല്ലായിടത്തും ചെയ്യുന്നത് കറക്റ്റ് ചെയ്ത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്ത് നോക്കിയ മോന് കിട്ടൂട്ടാ ഇല്ലേ? പറയൂലേ? നമ്മൾ പറയും. അത് തന്നെയാണ് മോണ്ടിസോറി എൻവയോൺമെന്റിൽ കാണുന്നത്. നമ്മൾ പരസ്പരം സഹായിക്കും, പരസ്പരം ഹെൽപ്പും കാര്യങ്ങളും ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ വേറൊരു ക്യാരക്ടറോട് കാണാൻ പറ്റും. ഇപ്പൊ ഞാനും നിങ്ങളുടെ കൂടെ ഉള്ള ഒരു കുട്ടിയാന്ന് വിചാരിക്കും. അപ്പൊ ഞാനും ഈ മെറ്റീരിയൽസ് വർക്ക് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുക. ഞാൻ വന്നിരിക്കുന്നത് തന്നെ പിങ്ക് ടവർ കാണാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് അത്ര ഇഷ്ടമുള്ള ഒരു മെറ്റീരിയൽ ആണ് പിങ്ക് ടവർ. സോ പിങ്ക് ടവർ കാണാൻ വേണ്ടി ഞാൻ വന്നിരിക്കുകയല്ലേ. അപ്പൊ എന്താണ് ഈ മെറ്റീരിയൽസ് കാണുമ്പോ ഞാൻ വന്നപ്പോ തന്നെ കുറച്ച് ലേറ്റ് ആയി. അപ്പൊ ഒരു കുട്ടിയുടെ കയ്യിലാണ് മെറ്റീരിയൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഞാൻ എന്ത് ചെയ്യും? ഞാൻ വെയിറ്റ് ചെയ്യും. ആ വെയിറ്റ് ചെയ്ത് ആ കുട്ടി ആ വർക്ക് ഫിനിഷ് ആകുന്നത് വരെ വെയിറ്റ് ചെയ്ത് ആ മെറ്റീരിയൽ റീപ്ലേസ് ആകുമ്പോ അല്ലെങ്കിൽ ആ കറക്റ്റ് പ്ലേസിൽ വരുമ്പോഴായിരിക്കും ഞാൻ വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മളിലൊരു ക്വാളിറ്റി കൂടി ഡെവലപ്പ് ചെയ്യാണ്. എന്താണ്? പേഷ്യൻസ് അല്ലെ? ഇതേപോലെ തന്നെയാണ് മോണ്ടിസോറി ക്ലാസ് റൂമിൽ. ചിലപ്പോൾ ഒരു സെറ്റ് ഓഫ് മെറ്റീരിയൽസ് മാത്രമായിരിക്കും മോണ്ടിസോറി ക്ലാസ് റൂമിൽ കാണാം. അങ്ങനെ കാണുന്ന സിറ്റുവേഷനിൽ കുട്ടികള് ഇപ്പൊ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടാവും. ചില മെറ്റീരിയൽസ് നമുക്ക് വീണ്ടും വീണ്ടും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇത് തോന്നില്ല, എന്താണ് ബോറിംഗ് ആയിട്ട് തോന്നില്ല. നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാൻ ഒരു ക്യൂരിയോസിറ്റി തോന്നിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആണ് മോണ്ടിസോറി മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അത് ഒരു പ്രത്യേകതയാണ്. ഞാനിപ്പോ എത്രാമത്തെ ബാച്ചാണ് ഇപ്പൊ പഠിപ്പിക്കുന്നത്? 23ാമത്തെ ബാച്ചാണ്. ഇത്രയും ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സുകൾ കൊടുത്തിട്ടും എനിക്ക് ആ മെറ്റീരിയലിനോട് ഒരു മടുപ്പോ അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. ഒരു ബോർ അടിക്കുന്നതായിട്ടോ അങ്ങനെ ഒന്നും തോന്നില്ല. കാരണം വീണ്ടും ചെയ്യുമ്പോൾ ഞാൻ നമ്മൾ ആദ്യമായിട്ട് എന്താണോ മെറ്റീരിയൽ ചെയ്ത് ആ ഒരു മൈൻഡാണ് ഇപ്പോഴും വരുന്നത്. ആ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും ആ മെറ്റീരിയൽ ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നത്. വളരെ ഇഷ്ടമാണ് ചെയ്യാനായിട്ട്. പിന്നെ എപ്പോഴും നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക ഇഷ്ടം തോന്നും. അപ്പൊ കുട്ടികൾ എന്ത് ചെയ്യും? വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് കിട്ടണമെന്നില്ല. ഒരു സെറ്റ് ഓഫ് മെറ്റീരിയൽ അല്ലേ കാണുള്ളൂ. അപ്പൊ ആ കുട്ടി ചെയ്ത് കംപ്ലീറ്റ് ആകുന്നത് വരെ എന്ത് ചെയ്യും? വെയിറ്റ് ചെയ്തിട്ട് ആ കുട്ടി ആ മെറ്റീരിയൽ തിരിച്ച് ആ ഷെൽഫിൽ കൊണ്ടുവന്ന് വെക്കുന്നത് വരെ വെയിറ്റ് ചെയ്യും. അതിനുശേഷമായിരിക്കും നമ്മുടെ കുട്ടി എന്ത് ചെയ്യുന്നത്? ആ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ചിലപ്പോൾ തർക്കങ്ങൾ ഉണ്ടാവും. മെറ്റീരിയൽ ചൊല്ലിയിട്ട് ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടാവും കുട്ടികൾ തമ്മിൽ. പക്ഷെ അത് കുട്ടികൾ തന്നെ സോൾവ് ചെയ്യും. അവര് എന്താണ് പരസ്പരം ഒരു മ്യൂച്വൽ കൺസെന്റ് പുറത്ത് സോൾവ് ചെയ്യും. ഫസ്റ്റ് നീ ചെയ്തോ, അതിനുശേഷം നീ എനിക്ക് മെറ്റീരിയൽ തരണം എന്ന് പറഞ്ഞിട്ട് ഒരു മ്യൂച്വൽ കൺസെന്റിന്റെ ബേസിൽ അവരെന്ത് ചെയ്യും?
എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യും. ദേ ആർ ഏബിൾ ടു വർക്ക് ഇൻ ഹാർമണി. അവർ നല്ലൊരു ഹാർമണിയിൽ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ദേ ആർ എഫേഴ്സ് ടു. അങ്ങനെ ഹാർമണിയിൽ വർക്ക് ചെയ്യുമ്പോൾ ആദ്യം നെഗറ്റീവ് ആയിട്ടുള്ള ഡീവിയേറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടറുള്ള കുട്ടികൾ പതിയെ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുന്നു. അവർ ഈ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എന്താണ് അവർക്ക് ഈ ഒരു മെത്തേഡായിട്ട് കൂടുതൽ അടുത്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് ആ സെൽഫ് കൺട്രോളും ഒബീഡിയൻസും കോൺസെൻട്രേഷനും ഹാർമണിയും വന്നു കഴിയുമ്പോൾ നമ്മൾ പറയുന്ന പേരാണ് ന്യൂ ചിൽഡ്രൻ. സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ എന്നാണ് അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ മൊത്തമായിട്ട് പറയുന്ന പേര്, അല്ലെങ്കിൽ നോർമലൈസ്ഡ് ചിൽഡ്രൻ എന്ന് പറയും. ഓക്കെ, ഈ നോർമലൈസ്ഡ് ചിൽഡ്രന്റെ കൂട്ടത്തെ ഒരുമിച്ച് നമ്മൾ ഈ നോർമലൈസ്ഡ് ചിൽഡ്രനെ പറയുന്ന പേരാണ് സൊസൈറ്റി ഓഫ് കൊഹീഷൻ. എന്താണ് സൊസൈറ്റി ഓഫ് കൊഹീഷൻ? ഓക്കെ, നോർമലൈസ്ഡ് ആയിട്ടുള്ള ചിൽഡ്രൻസിന്റെ കൂട്ടത്തെ നമ്മൾ പറയുന്ന പേരാണ് സൊസൈറ്റി ഓഫ് കൊഹീഷൻ. ന്യൂ നോർമലൈസ്ഡ് ചിൽഡ്രൻസിനെ എല്ലാവരെയും കൂടി നമ്മൾ ഒരുമിച്ച് പറയുന്നതാണ് സൊസൈറ്റി ഓഫ് കൊഹീഷൻ. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഓക്കെ, ആ ഒരു പാരഗ്രാഫ് ടൈപ്സ് ഓഫ് ഡീവിയേഷൻ ഒന്ന് വായിച്ചു നോക്കൂ. അങ്ങനെ ഒരാൾ വായിക്കോ? Some of the deviation Montessori described are seen in different form in different types, naughty, weak, and bright, of children, whilst others are unique to just one type. Children with deviated characteristics become quite in the prepared environment since they start working on the practical materials. Children attain control over their movement and they attain power over themselves. With increased concentration, all negative traits found in children before they come in contact with the prepared environment will disappear. They develop powers of self-control and obedience. They offer mutual help and provide moral help to their peers. They are able to work in harmony. They are referred to as new children and can be referred as normalized. ടീച്ചർ മ്യൂട്ട് ആണ് ടീച്ചർ. ഓക്കെ, ഡീവിയേറ്റഡ് ചിൽഡ്രൻസിന്റെ നെക്സ്റ്റ് ടൈപ്സുകളാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ആദ്യം പറയുന്നത് സൈക്കിക് ഫ്യൂഗ. ഓക്കെ, സൈക്കിക് ഫ്യൂഗ. നമ്മള് നൂല് പൊട്ടിയ വട്ടം പോലെയാണ് മനസ്സെന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോ പണ്ട് നമ്മൾ മലയാളത്തിൽ പറയുന്നൊരു എന്താ പറയാ ഒരു ഫ്രേസ് ആണല്ലേ, മനസ്സ് എന്താണ് നൂല് പൊട്ടിയ പട്ടം പോലെ ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. ആ ഒരു സ്റ്റേജ് തന്നെയാണ് സൈക്കിക് ഫ്യൂഗ് എന്ന് പറയുന്നത് കേട്ടോ. ഒരു ഡ്രീം ലൈക്ക് സ്റ്റേജ് ആണ്. ഒരു ഡ്രീം ലൈക്ക് സ്റ്റേജ് ഒരു സ്വപ്ന ലോകമാണ്. ഓക്കെ, ഫ്യൂഗ് comes from Italian word runway, a flight of mind. A flight of mind എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിന്റെ മനസ്സ് പറന്ന് നടക്കുന്നു, അതിന്റെ ആ ഒരു മീനിങ് വരുന്നത്. ഡ്രീം ലൈക്ക് സ്റ്റേജ് ആണ്. ഞാൻ പറഞ്ഞ പോലെ നൂല് പൊട്ടിയ വട്ടം പോലെയാണ് മനസ്സ്. അതാണ് മലയാളത്തിൽ കറക്റ്റ് ആയിട്ട് പറയുന്നത്. When the child mind sees hindrance, കുട്ടിയുടെ മനസ്സ് എപ്പോഴെങ്കിലും തടസ്സങ്ങൾ നേരിടാണ്. അവന്റെ റിയൽ വേൾഡിൽ അവന് തടസ്സങ്ങൾ നേരിടുമ്പോൾ അവൻ എന്ത് ചെയ്യും? ആ റിയൽ വേൾഡിൽ നിന്ന് പെട്ടെന്ന് എസ്കേപ്പ് ആവും, ഫാന്റസി വേൾഡിലേക്ക് എസ്കേപ്പ് ആവും. ഈ കുട്ടികൾക്ക് റിയൽ വേൾഡിനേക്കാൾ കൂടുതൽ പ്രിഫറൻസ് ഫാന്റസി വേൾഡിൽ ടൈം സ്പെൻഡ് ചെയ്യാനും, അവർ ഫാന്റസി വേൾഡിൽ ഒരു എന്താ പറയാ ഒരുപാട് ക്യാരക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്താണ് ഫാന്റസി വേൾഡ്? കുട്ടിയുടെ മനസ്സിന്റെ ഉള്ളിൽ തന്നെ ഒരു ലോകം ക്രിയേറ്റ് ചെയ്ത് ആ ഒരു ലോകത്ത് കുട്ടികൾ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു. ആ ഒരു അവസ്ഥയിലെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൈക്കിക് ഫ്യൂഗ് എന്ന് പറയുന്നത്. സാധാരണ കുട്ടികള് എന്താ പറയാ ക്യാരക്ടേഴ്സിനൊക്കെ ക്രിയേറ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഇമാജിനേറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനൊക്കെ ക്രിയേറ്റ് ചെയ്ത് കളിക്കാറൊക്കെ ഉണ്ട് ഇല്ലേ? കളിക്കുന്ന സമയത്ത് പ്ലേ ടൈമില് അവർ പറയും നമ്മളോട് കളിക്കുന്ന സമയത്തൊക്കെ അവര് എന്താണ് ജസ്റ്റ് ക്യാരക്ടേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അവർ കളിക്കാറുണ്ട്. അത് നോർമലാണ്. അപ്പൊ നമ്മള് ടോയ്സ് അല്ലെങ്കിൽ എന്താ പറയാ ഡോൾസ് ഒക്കെ ഒരുമിച്ച് വെച്ചിട്ട് ഇവരെന്ത് ചെയ്യും? കളിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ പക്ഷെ അത് ഡീവിയേഷൻ അല്ല.
അവർക്ക് ഈ ഫാന്റസിയും റിയാലിറ്റിയും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. റിയൽ എന്താണ്, ഫാന്റസി എന്താണ് എന്ന് അവർക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ റിയൽ വേൾഡിൽ എന്തെങ്കിലും ടാസ്ക് കൊടുക്കുമ്പോൾ ദേ യൂസ് എന്താ പറയാ, അവർക്ക് ഫാന്റസി വേൾഡിലെ വേർഡ്സ് അല്ലെങ്കിൽ അവിടെ പോണം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ എക്സ്ക്യൂസ് പറയാൻ തുടങ്ങും. ജസ്റ്റ് ഒരു എക്സാമ്പിള്, ഒരു എക്സാമ്പിൾ പറയാണ്. ഒരു കുട്ടിയിട്ടാണ്, ആ ഒരു കുട്ടി ഞാൻ ആ കുട്ടീനെ ശ്രദ്ധിക്കുന്ന സമയത്ത് അവൻ ചോക്ലേറ്റ് കൊടുക്കാം. ഒരു കുട്ടിയുടെ ബർത്ത്ഡേക്ക് ചോക്ലേറ്റ് കൊടുക്കാം. അപ്പം പറഞ്ഞു എനിക്ക് 2 ചോക്ലേറ്റ് വേണം. അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാ 2 ചോക്ലേറ്റ്? കുഞ്ഞൂട്ടിന് കൊടുക്കാനാ വീട്ടിൽ കൊണ്ടുപോയി. ആണോ, എന്നാ ഒരെണ്ണം കൂടി കൊടുത്തു. ഞാൻ എന്റെ കയ്യിലുള്ള ചോക്ലേറ്റ് കൊടുത്തു, ഒരെണ്ണം കൊടുത്തു. നീ കൊടുത്തോണ്ട് കുഞ്ഞൂട്ടിന് കൊടുത്തോ. ഞാൻ വിചാരിക്കുന്നത് എന്താ, കുഞ്ഞൂട്ട് എന്ന് പറയുന്നത് അവന്റെ ബ്രദർ ആണെന്നാണ്, ചെറിയ അനിയനുണ്ടാവും. അപ്പൊ എപ്പോഴും അമ്മാമ്മയാണ് കൊണ്ടുവന്നാക്കാറ്. ഒരു ദിവസം അമ്മ ആളെ കൊണ്ടുവന്നാക്കി. അപ്പൊ ഞാൻ ചോദിച്ചു കുഞ്ഞൂട്ടനെ ആരുടെ അടുത്താക്കി, അമ്മാമ്മയുടെ അടുത്താക്കിയോ ചോദിച്ചു. അപ്പൊ കുട്ടിയുടെ അമ്മ കൺഫ്യൂഷൻ ആയിട്ട് എന്നെ നോക്കിയിട്ട് പറഞ്ഞു എന്താ കുഞ്ഞൂട്ടനോ, അല്ല മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അല്ല കുഞ്ഞൂട്ടൻ അവന്റെ ബ്രദർ. അപ്പൊ പറഞ്ഞു അല്ല കുഞ്ഞൂട്ടൻ ബ്രദർ അല്ല, അവന്റെ ടോയ് ആണെന്ന് പറഞ്ഞു. ഞാൻ ഷോക്കായി പോയി. കാരണം അവൻ കുഞ്ഞുട്ടിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ വന്ന് പറയാറുണ്ട്. കുട്ടികളാണല്ലോ, അവരിങ്ങനെ വാതോരാണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, ഒരുപാട് സംസാരിക്കും. അവനും അതേ ഒരു നേച്ചറാണ്. അവനും ഈ കുഞ്ഞുട്ടിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയും. നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോൾ അവൻ കുഞ്ഞുട്ടിന്റെ കാര്യം നമ്മളോട് പറയും. അപ്പൊ ഞാൻ അത് കേട്ട് നിന്നിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ കുഞ്ഞുട്ടിന് ടോയോ, അപ്പൊ അതെ അവന്റെ അച്ഛൻ ലാസ്റ്റ് ലീവിന് വന്നപ്പോ കൊണ്ടുവന്ന ടോയാണ് കുഞ്ഞുട്ടൻ. അച്ഛന്റെ മോനും കൂടെയാണ് ടോയ്ക്ക് ആ ഒരു പേര് കൊടുത്തത്. അവനാണ് അവനാണ് അതിനെയാണ് അവൻ കുഞ്ഞുട്ടെന്ന് പറയണേ. എനിക്ക് ഒരു കുട്ടിയോളൂ എന്ന് പറഞ്ഞു. ഭയങ്കര ഷോക്കായി പോയി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയിൽ ഡീവിയേഷൻ വന്നു തുടങ്ങുന്ന സമയമാണ്. കാരണം അവനാ ഡിഫറൻസ് മനസ്സിലാവുന്നില്ല, എന്താണ് ഏതാണ് കുഞ്ഞുട്ടൻ അല്ലെങ്കിൽ ഏതാണ് റിയൽ, ഏതാണ് ഫാന്റസി എന്നുള്ള ഡിഫറൻസ് മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാൻ ഡീവിയേഷൻ ആണല്ലോ, ഞാൻ അവനെ കുറച്ചൊക്കെ പറഞ്ഞു കൊടുത്ത ടോയ് അല്ലേ. അപ്പൊ ആദ്യമൊക്കെ അവൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവൻ ഓക്കെ ടോയ് ആണ്. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ്. അച്ഛന്റെ അറ്റൻഷനും കെയറും ഒന്നും കിട്ടാതെ വന്നപ്പോ ആ ഒരു ഇഷ്ടവും കെയറും കാര്യങ്ങളൊക്കെ എന്താണ് ഈ ഒരു ടോയിനോട്, അല്ലെങ്കിൽ ആ ടോയ് ആയിട്ട് സംസാരിക്കുന്നു, ക്ലാസ്സിലത്തെ വിശേഷങ്ങൾ പറയുന്നു. അങ്ങനെ ആ ഒരു ടോയ് ആയിട്ട് കുറെ അറ്റാച്ച് ആയിപ്പോയി. കാരണം അച്ഛൻ കൊടുത്ത ഗിഫ്റ്റ് ആണ്. അച്ഛനോടുള്ള ഇഷ്ടവും കാര്യങ്ങളും ഈ ഒരു ടോയിനോട്, ടോയ് റിയൽ ആണ്, ഒരു എന്താ പറയാ റിയൽ ക്യാരക്ടർ ആണെന്ന് വിചാരിച്ച് അവരോട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനൊക്കെ തുടങ്ങി. അപ്പൊ ഈ കുട്ടിക്ക് പിന്നെ ഇങ്ങനെ ഡീവിയേഷൻ ഉണ്ടെങ്കിലും അവർക്ക് കുഴപ്പമൊന്നുമില്ല, പഠിക്കാനൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. ചെറിയ ചെറിയ മടി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ പതിയെ അവൾ ഓക്കെ ആയി വരായിരുന്നു. ആ സമയത്താണ് നമ്മുടെ കോവിഡ് ഒക്കെ വന്നത്. കോവിഡ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോ അച്ഛൻ പുറത്തുനിന്ന് നാട്ടിലേക്ക് വന്നു. പിന്നെ ആൾക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഡീവിയേഷൻ ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം അവൻ പിന്നെ നല്ല മിടുക്കനായിട്ട് പഠിക്കാൻ പറ്റും. കോവിഡ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് നല്ല മിടുക്ക് കുട്ടിയാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം അവന് ആ ഒരു ടൈമില് ഈ സൈക്കിൾ ഫ്യൂഡ് എന്ന് പറയുന്ന ഒരു അവസ്ഥ വന്ന സമയത്ത് അവന് അച്ഛനെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ആൺകുട്ടികൾക്ക് ഒരു പെൺകുട്ടികൾക്ക് എന്തായാലും ഉണ്ടാവും, പക്ഷെ എന്നാൽ ആൺകുട്ടികൾക്ക് അച്ഛൻ എന്ന് പറയുമ്പോ അച്ഛൻ്റെ ഒപ്പം വരണം, അച്ഛൻ്റെ ഒപ്പം ക്ലാസ്സിൽ കൊണ്ടുവന്ന് അച്ഛനാക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക്, അല്ലെ? അല്ലെ, പെൺകുട്ടി ആൺകുട്ടികളുടെ ഡിഫറൻസ് ഇല്ല. കുട്ടികൾക്ക് അച്ഛന്മാരുടെ പ്രത്യേക ഒരു ഇഷ്ടവും കാര്യങ്ങളാണ്. അച്ഛൻ കൊണ്ടുവന്നാക്കുന്നതും അത് ഭയങ്കരമാണ്. നമ്മളെല്ലാം എത്ര ദിവസം കൊണ്ടുവന്നാക്കിയാലും എത്ര ദിവസം വിളിച്ചുകൊണ്ട് വന്നാലും അച്ഛനൊരു ദിവസം പോയി കൊണ്ടുവന്നാക്കി കഴിഞ്ഞാൽ അത് വലിയ സംഭവമാണ് അവർക്ക്, അല്ലെ? അപ്പോ അങ്ങനെ അപ്പൊ അച്ഛൻ്റെ ഒരു കെയറും ഇഷ്ടമൊക്കെ അത് ഫീൽ ചെയ്തുകൊണ്ടാണ് കുട്ടികളിൽ ആ കുട്ടിക്ക് ആ ഒരു ഡീവിയേഷനും കാര്യങ്ങളും വന്നത്. അപ്പോ സൈക്കിക് ഫ്യൂഗ് എന്ന് പറയുന്നത് ഒരു ഡ്രീം ലൈക്ക് സ്റ്റേജ് ആണ്. അവരുടെ മനസ്സിൽ ഒരു സ്വപ്ന ലോകത്താണ് അവർ ചെയ്യുന്നത്.
സോറിന്റെ ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് സൈക്കിക് ഫ്യൂഗ് ആണ്. ഒരു ഡ്രീം ലൈക്ക് സ്റ്റേജ് ആണ് കുട്ടികള് ഈ ഒരു സൈക്കിക് ഫ്യൂഗ് എന്ന് പറയുന്നത്. ഒരു ഡ്രീം ലൈക്ക് സ്റ്റേജ് ഒരു നൂല് പൊട്ടിയ പട്ടം പോലെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ചെറുപ്പത്തില് നമ്മളും ഇതേപോലുള്ള സ്റ്റേജസിലൂടെ കടന്നു പോയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കട്ടോ. അപ്പൊ സൈക്കിക് ഫ്യൂഗ് എന്ന് പറയുമ്പോൾ ഒരു ഡ്രീം ലൈക്ക് സ്റ്റേജ് ആണ്. ഇത് എപ്പോഴാണ് ഡീവിയേഷൻ? കുട്ടികൾ മിക്കവരും സ്വപ്ന ലോകത്ത് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന അങ്ങനെയാണ്. പക്ഷെ എന്നിരുന്നാലും എന്താണ് ഇത് എപ്പോഴാണ് ഡീവിയേഷൻ ആയിട്ട് മാറുന്നത് എന്നറിയാമോ? അവർക്ക് ഫാന്റസി വേൾഡും റിയൽ വേൾഡും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. എന്താണ് ഫാന്റസി, എന്താണ് റിയാലിറ്റി എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു കൺഫ്യൂഷൻ വരെ നമുക്ക് മേ ബി നമ്മളിപ്പോ സംസാരിക്കുന്ന സമയത്ത് ഫാന്റസി വേൾഡിലെ ക്യാരക്ടേഴ്സിന്റെ കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുന്നു. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞെങ്കിൽ ആ കുട്ടി ഫാന്റസി വേൾഡിലെ ക്യാരക്ടറാണ് എന്നോട് ഷെയർ ചെയ്തത്. അതേപോലെ തന്നെ ആ ഫാന്റസി വേൾഡിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുന്നു. അങ്ങനെ വരുമ്പോഴാണ് അതൊരു ഡീവിയേഷൻ ആയിട്ട് മാറുന്നത് കേട്ടോ. 2 points to know if this is a deviation. ഇതൊരു ഡീവിയേഷൻ ആണ് എന്നറിയാൻ നമ്മൾ മെയിൻലി 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. If the child cannot tell the difference between fantasy and reality, കുട്ടിക്ക് എന്താണ് ഫാന്റസി എന്താണ് റിയാലിറ്റി എന്നുള്ള ആ ഒരു ഡിഫറൻസ് പറയാൻ സാധിക്കുന്നില്ല. If the child use the word fantasy as the means of escape instead of game, നമ്മൾ എന്തെങ്കിലും ഗെയിമോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കുമ്പോൾ ഫാന്റസി വേൾഡിലെ കാര്യങ്ങൾ പറഞ്ഞ് അവർ എന്ത് ചെയ്യുന്നു? എസ്കേപ്പ് ചെയ്യുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാണെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് കൺഫേം ചെയ്യാം സൈക്കിക് ഫ്യൂഗ് ആണ്. ഇങ്ങനെയുള്ള കുട്ടികൾ നമ്മളുടെ അടുത്ത് ഉണ്ടെന്ന് വിചാരിക്കുക, നമ്മളുടെ അടുത്തേക്കാണെങ്കിൽ അവർക്ക് നമ്മൾ എന്താ ചെയ്യാം? നമ്മൾ മാക്സിമം വീട്ടിൽ പോയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത്രയും ആക്ടിവിറ്റീസ്, എക്സ്ട്രാ ആക്ടിവിറ്റീസും കാര്യങ്ങളും കൊടുക്കാം. അതുപോലെ തന്നെ വീട്ടിൽ ചെന്നിട്ട് അവരോട് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ എന്ന് പറയാം, ഇൻഫോം ചെയ്യാം. ഇങ്ങനത്തെ ചെയ്ത് നോക്കണം, ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തിട്ട് വേണം വരാൻ, അങ്ങനെയൊക്കെ പറയുമ്പോൾ അതൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും അവർക്ക് ഈ ഒരു സ്വപ്ന ലോകത്തേക്ക് പോകാനുള്ള ടൈം വളരെ കുറവായിരിക്കും. To resolve this, the teacher will center on what to do at homework. ഹോമിൽ ചെന്നിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതൊക്കെ നമ്മൾ ഗൈഡ് ചെയ്ത് കൊടുക്കാം. The teacher may recommend the activity that child could do at home. വീട്ടിൽ പോയിട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാം. അപ്പോ ഇപ്പൊ എന്നെ സംബന്ധിച്ചാണ് ഇങ്ങനെ ഒരു കുട്ടി എന്റെ അടുത്തേക്ക് വരുന്നെങ്കിൽ കൂടുതലായിട്ട് ഹോംവർക്ക് കൊടുക്കും. എനിക്കറിയാം ചിലപ്പോ അവരുടെ ഒരു കപ്പാസിറ്റിക്ക് അത് ചെയ്യാൻ പറ്റില്ല. എന്നിരുന്നാലും നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ വർക്ക് കൊടുക്കും. അങ്ങനെ വർക്ക് കൊടുക്കുമ്പോ എന്താണ് അവർ വർക്ക് ചെയ്ത് ടയേർഡ് ആവും അല്ലെ. പിന്നെ നമുക്ക് ഈ ഒരു ഫാന്റസി വേൾഡിലേക്ക് പോകാനായിട്ടുള്ള ടൈമും കാര്യങ്ങളൊന്നും അവൈലബിൾ ആയിരിക്കില്ല. അപ്പൊ നമ്മളുടെ അടുത്തേക്ക് വരുന്ന കുട്ടികൾ മേ ബി ഈ ഒരു ക്യാരക്ടർ ഈ ഒരു ഡീവിയേറ്റഡ് ആയിട്ടുള്ള ചിൽഡ്രൻ ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുക. വർക്ക് ചെയ്യിക്കുന്നതിലൂടെ അവരിൽ ഈ ഒരു ഡീവിയേഷൻ ഡിസപ്പിയർ ആവും. മോണ്ടിസോറി എൻവയോൺമെന്റിലാകുമ്പോൾ മോണ്ടിസോറി മെറ്റീരിയൽസ് യൂസ് ചെയ്ത് നമ്മൾ അവരെ എന്ത് ചെയ്യുക? വർക്ക് ചെയ്യിപ്പിക്കുക. റിപ്പീറ്റീവ് വർക്ക് ചെയ്യിക്കുന്നതിലൂടെ കുട്ടികളുടെ ഈ ഒരു ഡീവിയേഷൻ പതിയെ ഡിസപ്പിയർ ആവും. അടുത്ത ഡീവിയേഷൻ സൈക്കിക് ബാരിയർ ആണ്. ഇത് സൈക്കിക് ഫ്യൂഗിന് തൊട്ടടുത്തുള്ള ഒരു എന്താ പറയാ ജസ്റ്റ് ഒരു റിലേഷൻ ഉണ്ട്. സൈക്കിക് ഫ്യൂഗും സൈക്കിക് ബാരിയറും ഏകദേശം സെയിം ആണ്, എന്നാൽ കുറച്ച് വ്യത്യാസമുണ്ട്. സൈക്കിക് ബാരിയർ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ഇപ്പൊ ഫാമിലിയിൽ നിന്ന് എല്ലാവർക്കും അഫെക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടാതെ വരുമ്പോൾ മേ ബി പാരന്റ്സ് കുട്ടികളെ കൺസിഡർ ചെയ്യുന്നില്ല, കുട്ടികളെ സ്നേഹിക്കുന്നില്ല, സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല, അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് കുട്ടികളിൽ ഏത് ക്യാരക്ടർ വരുന്നത്? സൈക്കിക് ബാരിയർ വരുന്നത്. അപ്പോ സൈക്കിക് ബാരിയർ വരുന്നത് ഈ സാറ്റർഡേ അല്ലേ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ക്ലാസ് പറഞ്ഞിരിക്കുന്നത്? ഈ സാറ്റർഡേ ആണ് മാം, 20-ാം തീയതി. 20-ാം തീയതി. ഓക്കെ. ഇപ്പൊ എനിക്ക് എന്താ സംഭവിച്ചതെന്നറിയാമോ? എനിക്ക് ഇപ്പൊ ഡീവിയേഷൻ സംഭവിച്ചത്. ഞാൻ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന്
നിങ്ങളുടെ ഫോണറ്റിക്സിന്റെ ക്ലാസ്സിന്റെ കാര്യം പറഞ്ഞില്ലേ, അതും പിന്നെ പ്രാക്ടിക്കൽ ക്ലാസ്സിന്റെ ഡേറ്റ് വന്നു. അപ്പൊ എനിക്ക് ക്ലാഷ് ചെയ്യാം, അപ്പൊ എനിക്ക് സാറ്റർഡേ ക്ലാസ് എടുക്കാൻ പറ്റില്ലല്ലോ എന്ന് വന്നു. അപ്പൊ എനിക്കിപ്പോ എന്താ സംഭവിച്ചത്, ഡീവിയേഷൻ സംഭവിച്ചിട്ടുണ്ടോ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ആ നോർമൽ ആയിട്ട് ഇതിൽ നിന്ന് പെട്ടെന്നായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡീവിയേറ്റഡ് ആവുന്നത്. ഞാൻ ജസ്റ്റ് പറഞ്ഞു, ചെറിയൊരു ഡീവിയേഷൻ വന്നതാണ്. അപ്പൊ സൈക്കിക് ബാരിയറിലേക്ക് തന്നെ വരാം. കുട്ടി നോർമൽ വേൾഡില് അവന് സ്നേഹവും അഫെക്ഷനും കെയറും ഒന്നും കിട്ടാതെ വരുമ്പോഴാണ് ഈ സൈക്കിക് ബാരിയർ വരുന്നത്. എപ്പോഴും അവന് റിജക്ഷൻ ആണ്. എന്തെങ്കിലും ചെയ്തോട്ടെ, ഒറ്റയ്ക്ക് എവിടെയെങ്കിലും റിപ്പോർട്ട് എന്നൊക്കെ പറയുമ്പോൾ അവര് നമ്മൾ പെർമിറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അവർ പതിയെ പതിയെ ഒരു ഡീവിയേഷന്റെ ഇതിലേക്ക് വരും. This is when the child erects a barrier between him and the world. കുട്ടി തന്നെ കുട്ടിയുടെ റിയൽ വേൾഡ് കുട്ടി നമ്മളൊരു ബാരിയറിൽ മധ്യ ഒരു തടസ്സം ക്രിയേറ്റ് ചെയ്യുന്നു. The child feels so disappointed in this way he has been treated. കുട്ടീനെ നമ്മുടെ റിയൽ വേൾഡിൽ ട്രീറ്റ് ചെയ്യുന്ന രീതി അത് കുട്ടിക്ക് ഒട്ടും ഇഷ്ടമല്ല. അങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു ഡിസപ്പോയിന്റ്മെന്റ് വരുന്നത്. മേ ബി ഈ ഒരു ഡീവിയേഷൻ ഇപ്പോ 2 കുട്ടികളൊക്കെ വരുന്ന സമയത്തില്ലേ, ഇപ്പോ മൂത്താള് ഒരു 4 വയസ്സ് 3-4 വയസ്സ് അല്ലെങ്കിൽ കുഞ്ഞു ബാബ വരുന്ന സമയത്ത് നമ്മൾ കൂടുതൽ അറ്റൻഷൻ ആർക്ക് കൊടുക്കും? സാധാരണ പാരന്റ്സ് ആണെങ്കിൽ കൂടുതൽ അറ്റൻഷൻ ആർക്ക് കൊടുക്കാം? അല്ലെ കൊടുക്കാം. അപ്പൊ അവിടെ മറന്നു പോകുന്നൊരു ആളുണ്ട്, ആരാണ്? മൂത്ത കുട്ടി. അവന് ചിലപ്പോൾ ഇങ്ങനെ ഒരു ഡിവിഷൻ വരും. കാരണം അവൻ എന്താണ്, അവന്റെ മനസ്സിൽ തോന്നും, അയ്യോ അച്ഛനമ്മയ്ക്ക് എന്നല്ല ഇഷ്ടം, കുഞ്ഞിനെ ഇഷ്ടം, നമ്മുടെ അച്ഛൻ്റെ അമ്മ സോറി അതല്ലല്ലോ സ്വന്തം ആ ഒരു സിനിമയിൽ ആ കുട്ടിക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു ഡീവിയേഷൻ പറഞ്ഞാൽ സൈക്കിക് ബാരിയർ ആണ് അല്ലെ? നിങ്ങൾക്ക് ആ സിനിമ എല്ലാവരും കണ്ടപ്പോ നമുക്ക് തന്നെ വിഷമമായി തോന്നിയിട്ടുണ്ട് അല്ലെ? ആ ഒരു സൈക്കിക് ബാരിയർ കാരണം അവന്റെ മനസ്സിൽ വന്നു എന്റെ എല്ലാ പാരന്റ്സിനും ഇഷ്ടം, ആ കുഞ്ഞു അവനെ ഇഷ്ടം. ആ ഒരു തിങ്കിങ്ങിൽ നിന്നാണ് അവന്റെ ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു ഷെയ്ഡിലേക്ക് കുട്ടി പോയത് അല്ലെ? അത്ര മിടുക്കനായിരുന്നു, നല്ല കുട്ടിയായിരുന്നു, പഠിക്കുന്ന കുട്ടിയായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കുട്ടിയായിരുന്നു. പക്ഷെ അവരുടെ നെഗറ്റീവ് ത്രെഡിലേക്ക് നെഗറ്റീവ് ക്യാരക്ടറിലേക്ക് പോകാനായിട്ട് അവൻ ആ ഒരു ഡീവിയേഷൻ മതിയായിരുന്നു അല്ലെ? നമ്മൾ മനസ്സിലാക്കണം കുട്ടികളിൽ വരുന്ന ഡീവിയേഷൻ. അപ്പൊ the child feels so disappointment in the way he has been treated. ആ കുട്ടീനെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് ആ രീതി അത്ര ഇഷ്ടാവുന്നില്ല. The child goes from fantasy world to rejection of real world. അവൻ റിയൽ വേൾഡ് റിജക്ട് ചെയ്തിട്ടാണ് ഫാന്റസി വേൾഡിലേക്ക് എസ്കേപ്പ് ചെയ്യുന്നത്. The place obstacles against his environment. അവൻ എപ്പോഴൊക്കെ തടസ്സം നേരിടുന്നു അപ്പോ അവൻ എന്ത് ചെയ്യും, അവരുടേതായ ഒരു ഫാന്റസി വേൾഡിലേക്ക് പോകും. If he does not get the help at the right time, ആ കറക്റ്റ് ടൈമിന് അവന് ഹെൽപ്പ് കിട്ടിയില്ലെങ്കിൽ his personality may be retrained. അങ്ങനെ വരുമ്പോ ആ കുട്ടിയുടെ പേഴ്സണാലിറ്റി എന്താവും, റിട്രെയിൻഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്, നെഗറ്റീവ് പേഴ്സണാലിറ്റിയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ആ സിനിമയിൽ കണ്ടതാണ് അല്ലെ? ആ ഒരു കുട്ടി ഒരു കുഞ്ഞിനെ ഉപദ്രവിക്കുന്നതിന് മെയിൻ ആയിട്ടുള്ള കാരണം എന്താണ്, അവന്റെ ആ നെഗറ്റീവ് പേഴ്സണാലിറ്റിയിലേക്ക് പോയതാണ്. അതിന് ശരിക്കും ആരാണ് ഉത്തരവാദികൾ? കുട്ടിയാണോ പാരന്റ്സ് ആണോ? ഞാൻ പറയാം പാരന്റ്സ് ആണെന്നുണ്ടാവും. കാരണം ഇപ്പോ ഞാൻ ഇതേപോലെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നുപോയ ഒരാളാണ്. എന്റെ മക്കൾ തമ്മിൽ കുട്ടികൾ തമ്മിൽ അധികം ഗ്യാപ്പില്ല. അവർ തമ്മിൽ 2 വയസ്സിനാണ് വ്യത്യാസമുള്ളത്. അപ്പോ മൂത്ത ആൾക്ക് കറക്റ്റ് 2 വയസ്സും ഒരു 10 or 20 days അല്ല 7 ഞാൻ പറയാം 12 days ഉള്ളപ്പോഴാണ് ഞാൻ ഇളയാള് ജനിക്കുന്നത്. അവർ തമ്മിൽ 2 വയസ്സിന് വ്യത്യാസമുള്ളൂ ശരിക്കും. അപ്പം ഇളയാൾ ജനിക്കുന്നു. അപ്പൊ എല്ലാവരും എന്താ പറയാ, ഇളയാളിലേക്ക് അറ്റൻഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം വീട്ടിൽ പറഞ്ഞു, കുഞ്ഞു എന്നുവെച്ചാൽ മോള് എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പൊ അവൾക്ക് ഭയങ്കര കെയറും ആ സമയത്ത് നമ്മൾ കൂടുതൽ കെയറിങ് കൊടുത്തു, പരിഗണനയും കാര്യങ്ങളൊക്കെ കൊടുത്താൽ നമ്മൾ വിഷമിക്കാൻ പാടില്ലല്ലോ. അപ്പോ എന്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇളയാൾക്ക് കെയർ കൊടുത്തില്ല എന്നല്ല, ചെറുതിനെ നമ്മൾ പരിഗണിക്കുന്നുണ്ട്, കെയർ കൊടുക്കുന്നുണ്ട്. ഈ ഇമ്പോർട്ടൻസോട് കൂടി തന്നെ കുഞ്ഞു മൂത്ത ആൾക്ക് പരിഗണന കൊടുത്തു. നമുക്ക് ആകെ 2 വയസ്സുള്ളത്. അപ്പൊ നമുക്ക് ആ ഒരു സമയത്ത് മേ ബി കുട്ടികളിലെ ഡീവിയേഷൻസ് സംഭവിക്കാം അല്ലെ? അമ്മയ്ക്ക് എന്നെയാണ് ഇഷ്ടം അല്ല അവനെല്ലാം ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരാതികളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ എന്താണ്
നമ്മൾ കൂടുതൽ പരിഗണന ആ കുട്ടിക്ക് എന്റെ മോൾക്ക് കൊടുത്തത്. ഇപ്പൊ ഹസ്ബൻഡ് ആയാലും വീട്ടില് ഹസ്ബൻഡ് വീട്ടിലുള്ളവരായാലും എല്ലാവരും കൂടുതൽ പരിഗണന മൂത്ത ആൾക്ക് കൊടുത്തത്. അപ്പൊ അവളുടെ ആ ഒരു ഡീവിയേഷൻ നമുക്ക് വന്ന സമയത്ത് തന്നെ കുറച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. കാരണം ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആദ്യം ഞാൻ മാറി നിന്ന സമയത്ത്. അപ്പോ നമുക്കങ്ങനെ തടസ്സങ്ങള് റിയൽ വേൾഡില് അവർക്ക് എന്തെങ്കിലും തടസ്സങ്ങളോ റിജക്ഷൻസോ സംഭവിക്കുമ്പോൾ അവരെന്ത് ചെയ്യും? അവരുടെ ഒരു ഫാന്റസി വേൾഡ് ക്രിയേറ്റ് ചെയ്ത് ആ ഒരു ഫാന്റസി വേൾഡിലേക്ക് എസ്കേപ്പ് ആവും. ഇത് നമ്മൾ കറക്റ്റ് ടൈമിൽ ഐഡന്റിഫൈ ചെയ്തില്ലെങ്കിൽ പേഴ്സണാലിറ്റി എന്താവും നെഗറ്റീവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ മനസ്സിലേക്ക് വരുന്ന ഒരു സിനിമയാണ് ഇത്. വിദ്യ പറഞ്ഞത് ഏതായിരുന്നു? എന്റെ വീട് അപ്പൂന്റെ. എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ അല്ല സിനിമ എന്റെ വീട് അപ്പൂന്റെയും ഇല്ലേ? ഓക്കെ. ഇനി അടുത്തൊരു ഡീവിയേഷൻ ആണ് അറ്റാച്ച്മെന്റ്. ഈ അറ്റാച്ച്മെന്റ് നമുക്ക് എല്ലാവർക്കും കുട്ടികളോടുണ്ട് ഇല്ലേ? അറ്റാച്ച്മെന്റ് നല്ലതാണ് കേട്ടോ. കുട്ടികൾക്ക് നമ്മളോട് നല്ല അറ്റാച്ച്മെന്റ് ഒക്കെ ഉണ്ട്, നല്ലതാണ്. പക്ഷെ നമ്മള് അഫെക്ഷനും അറ്റാച്ച്മെന്റും തമ്മിൽ നിങ്ങൾക്കൊരു വ്യത്യാസം മനസ്സിലാക്കാം. അഫെക്ഷൻ എന്ന് പറയുന്നത് വാത്സല്യമാണ് അല്ലെ? നമ്മുടെ കുട്ടികളോട് വാത്സല്യം അല്ലെ? അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡൻസ് ആണ് അല്ലെ? ഒരു എല്ലാ കാര്യം നമ്മൾ ചെയ്ത് കൊടുത്ത് ശീലിപ്പിക്കുന്നത്. ഒരു ഏജ് കഴിയുമ്പോൾ മുതൽ നമ്മുടെ കുട്ടികളെ ഇൻഡിപെൻഡന്റ് ആയിട്ട് വളർത്തണം. അവർക്ക് ടാസ്കുകളും കാര്യങ്ങളും നമ്മൾ അവരെ കൊണ്ട് സ്വയം ചെയ്യിപ്പിക്കണം അല്ലെ? അപ്പോ ശരിക്കും ഈ അറ്റാച്ച്മെന്റിന്റെ മെയിൻ ആയിട്ടുള്ള വില്ലെന്ന് പറയുന്നത് അമ്മമാരാണ്. കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുത്ത് വഷളാക്കുന്നത് ആരാണ്? അമ്മമാരാണ്. സത്യമല്ലേ? പിന്നെ കുറച്ച് ഏജ് കഴിയുമ്പോൾ നമ്മൾ പറയും നിങ്ങൾക്ക് ഇത്രയും വലുതായില്ലേ, നിങ്ങൾ സ്വയമായിട്ട് ഇത് ചെയ്യേണ്ടിയിരുന്നു. കാരണം എന്താണ്? അപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. ചെറുപ്പം മുതലേ നമ്മൾ അവരെ ട്രെയിനിങ് ചെയ്യിക്കണം. ഇപ്പൊ ഞാൻ എന്റെ കുട്ടികളുടെ എക്സാമ്പിൾ പറയാം. എന്റെ മൂത്ത ആള് ഓവർ അറ്റാച്ച്മെന്റിന്റെ ആളാണ്. കാരണം അവർക്ക് ചെറുപ്പം മുതലേ കൂടുതൽ ഞാൻ പറഞ്ഞു പരിഗണന കുറച്ച് കൂടുതൽ കിട്ടിയതുകൊണ്ട് അവള് പെട്ടെന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ടില്ല. ഇപ്പോഴും ചില കാര്യങ്ങൾ അവൾ ഇപ്പോഴും ഡിപെൻഡന്റ് ആണ്. അവൾക്ക് ഇപ്പൊ 5 വയസ്സായി, എന്നാലും ആള് ഇപ്പോഴും ഡിപെൻഡന്റ് ആണ്. എല്ലാ മിക്ക കാര്യങ്ങൾ അവള് സ്വയം ചെയ്യില്ല. എല്ലാം നമ്മൾ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അതിന്റെ എക്സാമ്പിൾ ഞാൻ പറയാം. പക്ഷെ ഇളയാള് അവന് 3 വയസ്സാണ്. അവൻ ഇൻഡിപെൻഡന്റ് ആണ്. അതെനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. കാരണം അവനിപ്പോ എന്തൊക്കെ ചെയ്യുന്നോ അവന്റെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നോ അവൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യും. ഫുഡ് കഴിക്കുന്നതായാലും ഡ്രസ് ചെയ്യുന്നതായാലും അവൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യും. ഡ്രസ്സ് അവനോട് പറയാണ് ഇത് ഇട്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനതിട്ടു. മോൾക്കാണെങ്കിൽ നമ്മളത് ഇടിച്ചു കൊടുക്കണം. അപ്പൊ രണ്ട് വളർന്ന രീതി വ്യത്യാസമാണ്. കാരണം അവൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് വളർന്നു. അവനെ ഞാൻ കൂടുതൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് വളർത്തി. മൂത്താളെന്ന് പറയുന്നത് അവള് ജനിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഫാമിലിയിൽ വേറെ കുട്ടികളൊന്നുമില്ല. എല്ലാവരും ഭയങ്കരമായിട്ട് കെയർ ചെയ്ത് കൊഞ്ചിച്ച് വഷളാക്കിയതാണെന്നും പറയാം. ഇപ്പൊ മോളുടെ ഒരു ഇൻസിഡന്റ് ഞാൻ പറയാം. കഴിഞ്ഞ അവള് LKG പഠിക്കുന്ന സമയത്ത് യൂണിഫോം കിട്ടി തുടങ്ങി. പുതിയ യൂണിഫോം കിട്ടി. യൂണിഫോം അവള് ഇട്ട് തുടങ്ങിയിട്ടുണ്ടാവും. ഇട്ട് തുടങ്ങുമ്പോൾ ഹസ്ബൻഡാണ് യൂണിഫോമിന്റെ ബട്ടൺസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നത്. ഞാനത് ശ്രദ്ധിച്ചു. ഞാൻ ബട്ടൺസ് ഇട്ട് കൊടുക്കുന്നത് ശ്രദ്ധിച്ചപ്പോ എനിക്ക് തോന്നി ഈ ഒരു പ്രായം മുതൽ കുട്ടികൾ ബട്ടൺസ് ഒക്കെ സ്വയം ഇടുന്നതാണ്. ഞാൻ അത് പറഞ്ഞില്ല, അവർ തിരുത്താൻ പോയില്ല. അവളെ കൊണ്ട് ഇടിപ്പിക്കുക അല്ലെങ്കിൽ അവളെ കൊണ്ട് അത് ചെയ്യിക്കുക എന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. ഞാൻ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോണ്ടിസോറിൽ ഒരു മെറ്റീരിയൽ ഉണ്ട്, ബട്ടണിങ് ഫ്രെയിം, ഡ്രസ്സിംഗ് ഫ്രെയിമിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ്. കാണിച്ചു തന്നിട്ടുണ്ടാവും നിങ്ങൾക്ക്, നിങ്ങളോട് ചെയ്യാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, എനിക്ക് വീട്ടില് ഒരു ചെറിയ തയ്യൽ മെഷീനും ഉണ്ട്, എന്റെ ക്ലോത്തും ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, നൈസായിട്ട് തയ്ച്ചിട്ട് ബട്ടൺസ് ഒക്കെ വെച്ച് ഞാൻ ക്രാഫ്റ്റിന്റെ വർക്ക് ചെയ്യുമായിരുന്നു മുമ്പ്. ക്രാഫ്റ്റിന്റെ കുറച്ച് ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളതാണ്. അപ്പൊ അതിന്റെ കുറച്ച് പീസ് എന്റെ കയ്യിൽ അവൈലബിൾ ആയിരുന്നു. അത് വെച്ചിട്ട് ഞാൻ ഫ്രെയിം സെറ്റ് ചെയ്തു. നമ്മളുടെ മോണ്ടിസോറി ഡ്രസ്സിംഗ് ഫ്രെയിമിൽ ബട്ടണിങ് ഫ്രെയിം സെറ്റ് ചെയ്തു. ബട്ടണിങ് ഫ്രെയിം സെറ്റ് ചെയ്തിട്ട് ഞാൻ അവൾക്ക് സൺഡേ സാറ്റർഡേയും കൂടി അടുപ്പിച്ചിട്ടാണ് ചെയ്തേട്ടോ. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ക്ലാസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ടൈം കിട്ടുന്നുണ്ടായിരുന്നു. ഞാൻ ചെയ്ത് അവൾക്ക് സൺഡേ കൊടുക്കുന്നത്. സൺഡേ ഈവനിങ് 3 o'clock ആയപ്പോൾ കൊടുത്തു. അവളത് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഞാൻ ചെയ്ത് വീട്ടിൽ റിപ്പീറ്റിൽ ചെയ്യുന്നുണ്ട്, ബട്ടൺസ് ഇടുന്നുണ്ട്. അപ്പൊ പിറ്റേ ദിവസം മൺഡേ ഞാൻ ഒന്ന് ഒബ്സർവ് ചെയ്തു, അച്ഛനും മോളും എങ്ങനെയാണ് ബട്ടൺസ് സ്വയം ഇടുന്നുണ്ടോ. അപ്പൊ അത് രാവിലെ തന്നെ എന്ത് ചെയ്തു, അച്ഛന് ഇട്ട് കൊടുത്തിട്ടാണ് വിടുന്നത്. എന്റെ ഹസ്ബൻഡ് കുട്ടിക്ക് ബട്ടൺസ് ഇട്ട് കൊടുത്ത് റെഡി ആക്കിയാലും വിടാണ്. ഓക്കെ, ഞാൻ വിചാരിച്ചു അവിടെ മറന്നു പോയിട്ടുണ്ടാവും, നമുക്ക് ഒന്നും കൂടി ചെയ്യേണ്ടി വരും. വൈകുന്നേരം വരുമ്പോ ഞാനും അവളായിരിക്കും കൂടുതൽ സമയം ഉണ്ടാവാം, കാരണം ഹസ്ബൻഡ് ജോലിക്ക് പോയല്ലോ.
അപ്പൊ ഞാനും മോളോട് അപ്പൊ അവള് പറയാണ് അമ്മ നോക്കി ഞാൻ കണ്ടോ ബട്ടൺസ് ഞാൻ ഓപ്പൺ ചെയ്യാൻ പഠിച്ചു. അമ്മ ഇന്നലെ തന്നില്ലേ അത് വെച്ചിട്ട് ഞാൻ എന്താ ബട്ടൺസ് ഓപ്പൺ ചെയ്യാൻ പഠിച്ചു. ഭയങ്കര സന്തോഷമായി. കാരണം അവള് ബട്ടൺസ് ഓപ്പൺ ചെയ്യാൻ വിടാനും പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവള് പറഞ്ഞപ്പോ ഞാൻ രാവിലെ എന്താ ചെയ്യാന്ന് അത് അച്ഛൻ ചെയ്തു തരല്ലേ, അതുകൊണ്ട് ഞാൻ അച്ഛനോട് പറഞ്ഞില്ല, അച്ഛൻ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ അവള് വൈകുന്നേരം വന്നിട്ട് ബട്ടൺസ് ഓപ്പൺ ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു നാളെ മുതൽ ഞാൻ അച്ഛനോട് പറയും നീ തന്നെ ബട്ടൺസ് നോട്ടാ. അപ്പൊ അവളിപ്പോ എന്താണ് ആ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞതിന് ശേഷം അവള് സ്വയമായിട്ട് ബട്ടൺസ് ഇടാനായിട്ട് പഠിച്ചു. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. നമ്മൾ കുട്ടികളെ ഇൻഡിപെൻഡന്റ് ആക്കാനായിട്ട് ശ്രമിക്കാം. ഓരോ കാര്യങ്ങളും സ്വയം ചെയ്യാനായിട്ട് ശീലിപ്പിക്കാം. ചെറിയ ചെറിയ ടാസ്കുകളായിരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞ ബട്ടൺസ് ഇടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രസ് ചെയ്യുന്നതില് കുട്ടികളുടെ ഡ്രസ്സിങ്ങില് ഒരു സിമ്പിൾ ആയിട്ടുള്ള ടാസ്ക് മാത്രമാണ് ബട്ടൺസ് ഇടാന്നുള്ളത് അല്ലെ. അപ്പൊ എന്നിരുന്നാലും ചെറിയ ടാസ്കുകളായിരിക്കും അവരെ കൊണ്ട് ഇൻഡിപെൻഡന്റ് ആക്കുക അല്ലെ. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യിച്ച് അവരെ കൊണ്ട് മാക്സിമം ഇൻഡിപെൻഡന്റ് ആക്കാം. അല്ലെങ്കിൽ എന്താ പ്രശ്നം പറ്റുന്നതെന്ന് അറിയാവോ? ഈ കുട്ടികൾ എപ്പോഴും അറ്റാച്ച്മെന്റ് വരും. ഇപ്പൊ സാധാരണയായിട്ട് നമ്മളുടെ നമ്മളുടെ ജനറേഷൻ, നമ്മളുടെ ഏജിലുള്ള ജനറേഷൻ വെച്ചൊരു ഇപ്പോഴത്തെ യങ് ജനറേഷൻ 30-35 വയസ്സ് അല്ലെ, വേണം 25 മുതൽ 35 വയസ്സ്, 35 മേലുള്ള വയസ്സെന്ന് വിചാരിക്കും. ആൺകുട്ടികളുടെ കാര്യം ഞാൻ പറയാം. ഈ ആൺകുട്ടികള് കൂടുതലും അമ്മമാരായിട്ട് ഭയങ്കര അറ്റാച്ച് ആയിരിക്കും. രാവിലെ ബെഡ് കോഫി ബെഡിന്റെ അടുത്ത് തന്നെ കൊണ്ട് കൊടുക്കും. എല്ലാ കാര്യങ്ങളും ഏറ്റവും കാര്യങ്ങൾ ആര് ചെയ്തു കൊടുക്കും? അമ്മമാര് ചെയ്തു കൊടുക്കും, ഇല്ലേ? പക്ഷെ അതവിടെ പ്രോബ്ലം വരുന്നതെന്ന് അറിയാവോ? ഈ ഒരു ആൺകുട്ടി കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചു കഴിയുമ്പോ എന്താണ് അമ്മ ചെയ്തതുപോലെ തന്നെ വൈഫ് ചെയ്യണം എന്ന് ഡിമാൻഡ് വരും, ഇല്ലേ? അവിടെ തുടങ്ങും പ്രശ്നം. കാരണം എന്താണ്, ചിലപ്പോ ആ പെൺകുട്ടി ഇൻഡിപെൻഡന്റ് ആയിട്ടായിരിക്കും ചിലപ്പോൾ വളർന്നു വന്നിരിക്കുന്നത്. അപ്പൊ ഇവൻ ഡിപെൻഡന്റ് ആയിട്ടാണ്, ഇവൻ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്താലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ശരിക്കും അതൊരു പ്രശ്നമല്ല, അതൊരു ഡീവിയേഷൻ അല്ലേ. നേരത്തെ ഐഡന്റിഫൈ ചെയ്ത് അതെന്ത് ചെയ്യുക, അത് ഇല്ലാതാക്കുന്നതാണ് നല്ലത്. കാരണം ഇപ്പൊ നമ്മൾ ചിലപ്പോ കൂടുതൽ അറ്റാച്ച്മെന്റ് ഉള്ള കുട്ടികൾ നമ്മുടെ ക്ലാസ്സിലേക്ക് വരും. അപ്പൊ ആ സമയത്ത് കുട്ടികൾ ഡിമാൻഡ് ചെയ്യും, ടീച്ചർ വാങ്ങി തന്നാലേ ഞാൻ കഴിക്കൂ, ഭക്ഷണം നമ്മൾ കൊടുത്താലേ കഴിക്കുള്ളൂ. അപ്പോ അതൊരു അറ്റാച്ച്മെന്റ് ആണ്, ഓവർ അറ്റാച്ച്മെന്റ് ആണ്, അതൊരു ഡീവിയേഷൻ ആണ്. നമ്മൾ കുട്ടികളോട് പറയണം നിങ്ങൾക്ക് പറ്റുന്നത് കഴിക്കും. അവന് പറ്റുന്നത് ചിലപ്പോ കുറച്ച് കഴിക്കുള്ളൂ. പിന്നത്തെ ദിവസവും നമ്മള് നന്നായിട്ട് വിശന്നിരിക്കുമ്പോ കൊടുത്താല് അതിന് പറ്റുന്നത് കഴിച്ചാൽ മതി. ചിലപ്പോ അങ്ങനെ ചെയ്ത് അവൻ ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ 1.5 കൊണ്ട് അവൻ ഫുള്ള് സ്വന്തമായിട്ട് ആ ഫുള്ള് കഴിക്കാൻ തുടങ്ങും, ഇല്ലേ? തുടങ്ങും. അപ്പൊ നമ്മളാണ് കുട്ടികളെ ഇൻഡിപെൻഡന്റ് ആക്കേണ്ടത്. ചിലപ്പോ അമ്മമാർക്കുള്ള ആ ഒരു കെയർ അറ്റൻഷൻ കാരണം അവര് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോ അങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ നമ്മളുടെ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ നമ്മൾ കൂടുതൽ പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസുകൾ ചെയ്യിപ്പിക്കാം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസ് ഒക്കെ ഒന്ന് നോക്കണമെന്ന്, ഇല്ലേ? എങ്ങനെയാണ് വാട്ടർ പോർ ചെയ്യേണ്ടത്, കുറെ പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസ് ഉണ്ട്. നിങ്ങൾ കേൾക്കാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇപ്പൊ ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസ് ചുമ്മാ ഇൻ മോണ്ടിസോറിന്ന് യൂട്യൂബിൽ അടിച്ച് നോക്കാം. ഒരുപാട് പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസ് വരും. അപ്പോ അത് ചെയ്യിപ്പിക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ ഇനിയൊരു എക്സാമ്പിൾ പറയാം. എന്റെ ഇളയ കുട്ടിയെ ഒരു ദിവസം ഞാൻ എന്റെ വീട്ടിൽ ചെന്നപ്പോ അമ്മയുടെ ഫോൺ കാണുന്നത് കണ്ടു. അപ്പൊ ഞാൻ ആദ്യമായിട്ട് കാണുന്ന അവൻ ഫോൺ യൂസ് ചെയ്യുന്നത് ഞാൻ അവൻ കണ്ടു. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ ഞാൻ വഴക്കൊന്നും പറഞ്ഞില്ല, ഫോൺ കണ്ടുല്ലോ. അപ്പൊ അവൻ എന്നെ കണ്ടപ്പോ മാറ്റി കണ്ടു, അപ്പൊ എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഒരു ബൗളില് ഡിഫറെന്റ് ആയിട്ടുള്ള എന്ത് ചെയ്തു, നമ്മളുടെ എന്താ പറയാ ധാന്യങ്ങള്, ബീൻസ്, അതേപോലെ ഗ്രീൻ പീസ്, അങ്ങനെ കുറച്ച് ധാന്യങ്ങളൊക്കെ എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് അവന് കൊടുത്തിട്ട് പറഞ്ഞു ഈ ബൗളില് രണ്ടിനും സെപ്പറേറ്റ് ചെയ്തിടാൻ പറഞ്ഞു. കുറേ നേരം അവൻ ആ മെറ്റീരിയൽ യൂസ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ബീൻസ് ഒക്കെ യൂസ് ചെയ്തിരുന്നു. ലാസ്റ്റ് അവൻ എഴുന്നേറ്റ് പോയിട്ട് നമ്മൾ ആ ഫോൺ കാണുന്ന സമയത്ത് എന്തെങ്കിലും പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസ് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ആ ഒരു ടൈമിൽ അവർക്ക് ആ ഒരു ഫോണിനോടുള്ള അഡിക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാനായിട്ട് പറ്റും കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്ത് നോക്കാറുണ്ട്. കാരണം വേറെ എന്തെങ്കിലും രീതിയിൽ അവരെ ഡീവിയേറ്റ് ചെയ്യിപ്പിക്കരുത്. ചില ആ ഒരു ഫോണിൽ നിന്ന് പണ്ടത്തെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ഡീവിയേഷൻ ആണെങ്കിൽ ഇന്ന് നമ്മളുടെ കുട്ടികൾ ഫേസ് ചെയ്യുന്ന മെയിൻ ഡീവിയേഷൻ, കറന്റ്ലി ഫേസ് ചെയ്യുന്ന മെയിൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ട്
മൊബൈൽ ഫോൺ, സോഷ്യൽ മീഡിയ, യൂട്യൂബ്, അല്ലെ? അതാണ്. അതിൽ നിന്ന് നമ്മൾ കുട്ടികളെ സേഫ് ചെയ്യാൻ നോക്കുക. കാരണം ഒരു ഏജ് ഉണ്ട് ഫോണൊക്കെ യൂസ് ചെയ്യാനായിട്ട്. ഇനിയും ഒരുപാട് ഏജ് ഉണ്ട്. നമ്മളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞാനൊരു ഫോൺ കണ്ടത് ഞാൻ +2 പഠിക്കുമ്പോഴാണ്. അപ്പോ എന്റെ അച്ഛൻ ആദ്യം ഒരു ഫോൺ വാങ്ങിക്കുന്നത് നമ്മുടെ പഴയ നോക്കിയയുടെ കീപാഡുള്ള ഫോണിലെ ആ ഫോൺ വാങ്ങിക്കുന്നത്. അത് ഞാനൊരു +2 പഠിക്കുന്ന സമയത്താണ് കണ്ടത്. ഇന്നത്തെ കുട്ടികൾ അത് ജനിക്കുമ്പോൾ മുതൽ കാണാണ്, അല്ലെ? അപ്പോ ശ്രദ്ധിക്കണം. ഇന്നത്തെ ഡീവിയേഷന് മെയിൻ ആയിട്ടുള്ള ഒരു വില്ലൻ എന്ന് പറയുന്നത് ഏതാണ്? മൊബൈൽ ഫോണാണ് ഡീവിയേഷന് മെയിൻ ആയിട്ടുള്ള കാരണം. അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അറ്റാച്ച്മെന്റ് ഒന്ന് നോക്കിയാലോ. It does not refers to natural love and affection between the child and parent. ഞാൻ പറഞ്ഞു, കുട്ടിയും പാരന്റ്സും തമ്മിലുള്ള നാച്ചുറൽ ലവിനല്ല ഈ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. ബട്ട് refers to situation where the parents, നോർമലി ദ മദർ, കണ്ടോ, നോർമലി ദ മദർ, അമ്മയാണ് ഇവിടുത്തെ വില്ലൻ. പാരന്റ്സില് മെയിൻ ആയിട്ട് അമ്മയാണ് മേക്ക് ദ ചൈൽഡ് ബിക്കം ഡിപ്പെൻഡ് ഓൺ ദം. കൂടുതലായിട്ട് ഡിപ്പെൻഡന്റ് ആക്കുന്നത് ആരാണ്? അമ്മയാണ്. These children are very docile. ഇങ്ങനെയുള്ള കുട്ടികൾ ഭയങ്കര അനുസരണമുള്ള കുട്ടികളായിരിക്കും. Because they cannot resist the strong influence of adult. Adultന്റെ സ്ട്രോങ് ഇൻഫ്ലുവൻസ് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. The mother will not allow to be independent and overshadow these children. കുട്ടീനെ ഇൻഡിപെൻഡന്റ് ആക്കാനായിട്ട് അമ്മ അനുവദിക്കില്ല. ഏതൊരു കാര്യത്തിലും ഒരു നിഴൽ പോലെ അമ്മ എന്ത് ചെയ്യും? കുട്ടീനെ ഫോളോ ചെയ്യും. The parents substitute their personality for the child individual personality. നമുക്ക് ചെറിയ കുട്ടികളോട് സംസാരിക്കുമ്പോൾ ആ കുട്ടിയുടെ പാരന്റിനോട് സംസാരിക്കുന്ന ഫീൽ നമുക്ക് തോന്നാറുണ്ട്. അവരുടെ പ്രവൃത്തിയിൽ നിന്ന്, അവരുടെ സംസാര രീതിയിൽ നിന്ന് പാരന്റിനോടാണ് നമ്മൾ സംസാരിക്കേണ്ടതെന്ന് തോന്നും. ഇങ്ങനെയുള്ള കുട്ടികൾ, ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിട്ടുള്ള കുട്ടികൾ എപ്പോഴും അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ ആണ് കാണിക്കാറ്. The child calls for attention. എന്ത് കാര്യത്തിലും അമ്മ വെള്ളം, അമ്മ അത്, അമ്മ ഇത് എന്ന് വിളിച്ചുകൊണ്ടേയിരിക്കും. Teacher should grant freedom for these kind of children. മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മളോടും ഇതേപോലെ ഡിമാൻഡ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവൻ എന്താണ് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന ഡീവിയേഷനുള്ള കുട്ടിയാണ്. അങ്ങനെയുള്ള കുട്ടിക്ക് നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റ് ഫ്രീഡം കൊടുക്കണം. കാരണം അവരുടെ ലൈഫിൽ ഒട്ടും ഫ്രീഡം കിട്ടുന്നില്ല. അപ്പൊ ടീച്ചർ ഷുഡ് നോട്ട് സെർവ് ദ ചൈൽഡ്. ആ കുട്ടിനെ സെർവ് ചെയ്യാനായിട്ട് മറ്റുകൾ പോകരുത്. ഗിവ് ദ ചിൽഡ്രൻ ഓൾ ദ ഫ്രീഡം റിക്വയർഡ്. കുട്ടികൾക്ക് വേണ്ട ഫ്രീഡം അവര് കൊടുക്കാം. ഇനിഷ്യലി പ്രൊവൈഡ് മോർ പ്രാക്ടിക്കൽ ആക്ടിവിറ്റി ഫോർ ദീസ് ചിൽഡ്രൻ. ഇനിഷ്യലി നമ്മൾ എന്ത് ചെയ്യാം? മോർ പ്രാക്ടിക്കൽ ആക്ടിവിറ്റീസ് കൊടുക്കാം. അങ്ങനെ പതിയെ പതിയെ അവരിൽ ഈ ഒരു ഡീവിയേഷൻ പ്രിപ്പയർ ആവും. ലാസ്റ്റ് ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞു നിർത്താം. ഈ കുട്ടികള് മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് ഒരു കുട്ടി വന്നപ്പോ ആ കുട്ടിക്ക് വളരെയധികം എന്താണ് അറ്റാച്ച്മെന്റിന്റെ പ്രോബ്ലം ഉണ്ടെന്ന് വിചാരിക്കുക. ഓവർ ആയിട്ടുള്ള അറ്റാച്ച്മെന്റിന്റെ പ്രശ്നമുണ്ട്. സോ ഓവർ അറ്റാച്ച്മെന്റിന്റെ പ്രശ്നമുണ്ട്. അപ്പോ നമുക്ക് മനസ്സിലായി ഈ കുട്ടിക്ക് ഓവർ അറ്റാച്ച്മെന്റ് പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഒരു പ്രാക്ടിക്കൽ മെറ്റീരിയൽ ആണ് ബട്ടറിംഗ് ഫ്രെയിം. നമ്മുടെ മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് ഞാൻ പറഞ്ഞു ബട്ടറിംഗ് ഫ്രെയിം ചെയ്ത് നോക്കുന്നു പറഞ്ഞു. അവൻ റിപ്പീറ്റ്ലി അവൻ ആ ഫ്രെയിം റിപ്പീറ്റ് ചെയ്ത് അവനത് ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ഡേ അമ്മ പറയാണ് മോനെ കട്ടൻസ് ഒക്കെ തരാം എന്ന് പറയുമ്പോ കുട്ടി എന്ത് പറയാം? നോ അമ്മ, എനിക്കറിയാം, എന്റെ ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് ഇടണ്ടേന്നുള്ളത്, ഇല്ലേ? അത് പറയില്ലേ? അങ്ങനെ അവരെന്ത് ചെയ്യും? അവർ സ്വയം ഇൻഡിപെൻഡന്റ് ആണ്. ഓക്കെ, ഇത് ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ട് ഈ ടൈപ്സ് ഓഫ് ഡീവിയേഷൻസ് പറഞ്ഞിട്ടായിരിക്കും ബാക്കിയുള്ളതിലേക്ക് പോവുള്ളൂ കേട്ടോ. അപ്പോ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. നെക്സ്റ്റ് വെനസ്ഡേ ഞാൻ ക്ലാസ് വെക്കാം. താങ്ക് യു കേട്ടോ. താങ്ക് യു മാം. Thank you, Miss. Thank you, ma'am. Thank you.